Welcome to CM18 harmonic oscillator problem using canonical transformations. And this is a classical mechanics topic, classical physics topic, harmonic oscillator problem using canonical transformations for MSc class. Harmonic oscillator problem solution using canonical transformation. അപ്പോൾ ഇത് ക്ലാസ് നമ്പർ CM18 ആണ്. നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം പല ക്ലാസ്സിൽ പലതരത്തിൽ പഠിക്കുന്നതാണ്. അതിൻ്റെ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ വെച്ചുള്ള സൊല്യൂഷനാണ് പറയുന്നത്. ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം യൂസിങ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻസ്. So the heading is again repeated, harmonic oscillator problem using canonical transformations. അപ്പോൾ ആദ്യം നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ എന്താണെന്ന് അറിയണം. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. ഒരു ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ ഒരു സിമ്പിൾ പെരിലാണ്, അല്ലെങ്കിൽ ഒരു മാസ്, ഒരു ലോഡഡ് സ്പ്രിങ്. ഒരു ലോഡഡ് സ്പ്രിങ്ങിനെ നമുക്ക് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയാം. അതൊരു നല്ലൊരു എക്സാമ്പിളാണ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ. അപ്പോൾ ലോഡഡ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഒരു മാസ് ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് അറ്റാച്ച് ചെയ്തിട്ട് അതിനെ വെർട്ടിക്കലായിട്ട് ഓസിലേറ്റ് ചെയ്താൽ ഹാർമോണിക് ഓസിലേറ്ററാണ്. അപ്പോൾ എന്താണ് ഹാർമോണിക് ഓസിലേറ്റർ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താണ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എസ്സേ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഹാർമോണിക് ഓസിലേറ്റർ. എ വൺ ഡയമെൻഷണൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m attached to a spring with spring constant k. Its potential energy is quadratic. ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഇങ്ങനെ എഴുതാം, വി ക്യു ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ സിമ്പിൾ വി ആണ്. അത് ക്യൂ എന്ന് പറയുന്ന പൊസിഷൻ കോർഡിനേറ്റ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയും ഹാഫ് കെ ക്യൂ സ്ക്വയർ. കെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. ഇവിടെ എക്സിന് പകരം നമ്മൾ ക്യൂ എന്നുള്ള ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ് ഉപയോഗിക്കുന്നത്, പൊസിഷൻ കോർഡിനേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി വി ഇസ് ഈക്വൽ ടു വി ക്യൂ. വി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ. ഹാഫ് കെ ക്യൂ സ്ക്വയർ എന്ന് പറയും. കെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ്, സ്മോൾ കെ. ദ ഹാമിൽട്ടോണിയൻ ഫോർ ദി സിസ്റ്റം ഈസ് SP Q. അതായത് പൊസിഷൻ കോർഡിനേറ്റിലും അതുപോലെ മൊമെൻറ്റം കോർഡിനേറ്റിലും പറയുകയാണ് SP Q. സ്മോൾ പി ഈസ് ദ മൊമെൻറ്റം, Q is the position coordinate. SP Q, Hamiltonian, is a function of these two, because Hamiltonian is a sum of kinetic energy and potential energy. That is why we write in this manner. And you know, the kinetic energy depends upon momentum and the potential energy depends upon position coordinate. Therefore, it is TP plus VQ. T is the kinetic energy and V is the potential energy. Kinetic energy we write as P squared by 2m, small p. You remember the capital, small p, etc. have a special meaning here. So when you see p, you have to watch it carefully. It is capital P or small p. Here it is small p. Small p square by 2m plus half k q square. Both small p and q are in small letters, where q is the position and p is the momentum. അപ്പോൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ബേസിക് ഐഡിയ പറഞ്ഞു. അവിടെ എന്താണ് ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞു. ഹാമിൽട്ടോണിയൻ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി സമ്മാണ്. ഇനി നമുക്ക് ഈ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ നേരത്തെ പഠിച്ച കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ ബേസിക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ. എ ബ്രീഫ് റിവ്യൂ. എ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇസ് എ ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ് സ്മോൾ ക്യൂ പി ടു ക്യാപിറ്റൽ ക്യൂ പി. ഇപ്പോൾ സ്മോൾ പി നമ്മൾ ക്യാപിറ്റൽ പിയിലേക്ക് മാറ്റുന്നതാണ് ഇവിടെ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. സച്ച് ദാറ്റ് ദ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ റിട്ടൈൻ ദെയർ ഫോം ഇൻ ദ ന്യൂ കോർഡിനേറ്റ്സ്. അങ്ങനെ ചെയ്താലും ഈ ഹാമിൽട്ടൺ ഇക്വേഷൻസ് ഓഫ് മോഷന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. അതേ ഫോമിൽ അത് അപ്പിയർ ചെയ്യും, നേരത്തെ കാണുന്നത് പോലെ തന്നെ. ആൻഡ് ഹിയർ ക്യാപിറ്റൽ ക്യൂ ഈസ് ആക്ച്വലി dou k by dou p, and p is equal to minus dou k by dou q, where Qp is a function of capital Q, capital P and T is a new Hamiltonian. അതിന് നമ്മൾ ന്യൂ ഹാമിൽട്ടോൺ എന്ന് പറയും. അപ്പോൾ ന്യൂ ഹാമിൽട്ടോണിൽ വരുന്ന ക്യാപിറ്റൽ ക്യൂവും ക്യാപിറ്റൽ പിയും നമുക്ക് ആ മുകളിൽ കാണുന്ന പോലെ എഴുതാവുന്നതാണ്. അത് ഓർത്തിരിക്കണം. ഇത് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രത്യേകതയാണ്, നമ്മളവിടെ പഠിക്കുന്നതാണത്.
Canonical transformations are generated by a generating function f QQT, f QPT, f PQT, f PPT. അത് പ്രത്യേകം ഓർക്കണം. ഒന്നാമത്തെ F1 എന്ന് പറയും, രണ്ടാമത്തെ F2, മൂന്നാമത്തത് F3, നാലാമത്തെ F4. അങ്ങനെ 4 ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് നമ്മൾ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷനിൽ അസ്യൂം ചെയ്യുന്നത്. F1, F2, F3 ആൻഡ് F4. ആ F1 ഈ സ്മോൾ ക്യൂ, ക്യാപിറ്റൽ ക്യൂ, ടിയുടെ ഫംഗ്ഷനാണ്. അതുപോലെ ആ തുടർന്ന് വരുന്നതും അത് ഓർത്തിരിക്കാൻ എളുപ്പവഴി ടി എല്ലാത്തിനും കോമൺ ആണ്. അപ്പോൾ ബാക്കി ഉള്ള 2 ലെറ്റേഴ്സ് ഓർത്താൽ മതി. ഒന്നാമത്തെ QQ, രണ്ടാമത്തെ QP, മൂന്നാമത്തെ PQ, നാലാമത്തെ PP. രണ്ടാമത് എഴുതുന്ന ലെറ്റർ എപ്പോഴും ക്യാപിറ്റലായിരിക്കണം. അങ്ങനെ ഓർക്കണം. അങ്ങനെയാണ് QQ, രണ്ടാമത്തെ ലെറ്റർ ക്യാപിറ്റലാണ് കേട്ടോ. QQ, QP, PQ, PP. അങ്ങനെയാണ് ആ കോർഡിനേറ്റ് എഴുതുന്നത്. രണ്ടാമത്തെ ലെറ്റർ ക്യാപിറ്റൽ എഴുതണം, ക്യാപിറ്റൽ ഫോമിൽ എഴുതണം. ഒന്നാമത്തെ സ്മോൾ ഫോമിൽ എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് QQ, ആദ്യത്തെ QQ, രണ്ടാമത്തേത് QP, മൂന്നാമത്തെ PQ, നാലാമത്തേത് PP. രണ്ടാമത്തെ ലെറ്റർ ക്യാപിറ്റലായിരിക്കും. അങ്ങനെയാണ് 4 ജനറേറ്റിംഗ് ഫംഗ്ഷൻ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എടുത്താൽ ആ സെക്കൻഡ് വൺ FQPT എടുത്താൽ നമുക്ക് എഴുതാൻ പറ്റും P is equal to dF2 by dou F2 by dou Q, Q is equal to dou F2 by dou P, K is H plus dou F2 by dou T. നമ്മളത് കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷനിൽ സ്റ്റഡി ചെയ്തതാണ്. ഇനിയാണ് ആക്ച്വൽ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം സൊല്യൂഷനിലേക്ക് വരുന്നത്. സോൾവിങ് ദ ഹാർമോണിക് ഓസിലേറ്റർ യൂസിങ് കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻസ്. Our aim is to find a canonical transformation QP to capital QP that simplifies the Hamiltonian. It is equal to P square by 2m plus half K square. കാര്യം എവിഡൻ്റ് ആണെന്ന് കരുതുകയാണ്. Let us try to action angle variable. ആക്ഷൻ ആംഗിൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ക്യൂവും പിയും ആണ്. ക്യാപിറ്റൽ ക്യൂവും ക്യാപിറ്റൽ പി ആണ് ആക്ഷൻ ആംഗിൾ വേരിയബിൾ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ക്യൂവിനെ ആക്ഷൻ വേരിയബിൾ എന്നും QP ആണ് നമ്മൾ ആക്ഷൻ ആംഗിൾ വേരിയബിൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. Let us try to transform the action angle variables which are particularly well suited for periodic systems like the harmonic oscillator. ഈ ഹാർമോണിക് ഓസിലേറ്ററിന് ഈ ആക്ഷൻ ആംഗിൾ വേരിയബിൾ ഫോം സൊല്യൂഷൻ വളരെ സൂട്ടബിൾ ആണ്. ചൂസ് എ സൂട്ടബിൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ സ്റ്റെപ്പ് 1 ആണ്. ഒന്നാമത്തെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുക. നമ്മളിവിടെ ആ സെക്കൻഡ് ടൈപ്പ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് ചൂസ് ചെയ്യുന്നത്, F2. We aim for a new Hamiltonian K that is cyclic in Q, capital Q. That is, K depends only on P, capital P. This means Q will be an angle. അപ്പോൾ Q എന്ന് പറയുന്നത് ആംഗിൾ കോർഡിനേറ്റർ, ആംഗിൾ വേരിയബിളാണ്. P എന്ന് പറയുന്നത് ആക്ഷൻ വേരിയബിളാണ്. അതാണ് ഇപ്പോൾ QP എന്ന് പറയുമ്പോൾ ആംഗിൾ ആക്ഷൻ. നമ്മൾ തിരിച്ചാണ് പറയുന്നത് ആക്ഷൻ ആംഗിൾ എന്ന് പറയും. പക്ഷേ ഓർഡർ ഇതാണ്. Q ആംഗിൾ വേരിയബിളാണ്, P ആക്ഷൻ വേരിയബിളാണ്. വിച്ച് വിൽ ബി എ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ. ആക്ഷൻ വേരിയബിൾ ഈസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ. അതിൽ Q ഈസ് എൻ ആംഗിൾ, ക്യാപിറ്റൽ Q. കൺസിഡർ F2 നമ്മൾ സെക്കൻഡ് ഫംഗ്ഷനാണ്, സെക്കൻഡ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് ഇവിടെ നമ്മൾ വിചാരിക്കുന്നത്. കൺസിഡർ ആൻ F2 QP ടൈപ്പ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ടൈം ഇവിടെ നമ്മൾ തൽക്കാലം ഒഴിവാക്കിയാണ്, ടൈമിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ടൈം ഈസ് അവോയ്ഡഡ്. കൺസിഡർ ആൻ F2 QP, no T is written there, type generating function time independent as the original Hamiltonian is time independent. അപ്പോൾ ഒറിജിനൽ ഹാമിൽട്ടോണിയനിൽ ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടി തൽക്കാലം ഒഴിവാക്കാം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് സ്മോൾ പി ഈസ് ഇക്വൽ ടു F2 by dou F2 by dou Q ആൻഡ് ക്യാപിറ്റൽ Q ഈസ് ഇക്വൽ ടു dou F by dou P. ഇതെവിടെ കിട്ടും? ഇത് നമ്മൾ നേരത്തെ പഠിച്ച കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷനുണ്ട്, കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് K is a function of capital Q, capital P, that is HQP. HQP ആയിട്ട് വരും. അതായത് ഈ ന്യൂ കോർഡിനേറ്റിലെ മൊമെൻറ്റം അത് ഒറിജിനൽ ഹാമിൽട്ടോണിയനായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്.
ഡിഫൈൻ ന്യൂ കോർഡിനേറ്റ്സ്. നമുക്ക് ന്യൂ കോർഡിനേറ്റ്സ് ഒന്നുകൂടി പറയാം. ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്. ആംഗിൾ ക്യൂ ആണ്, ആക്ഷൻ പി ആണ് ക്യാപിറ്റൽ. ഫോർ ദി ഹാർമോണിക് ഓസിലേറ്റർ എ കോമൺ ചോയ്സ് ഫോർ ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് ഈസ് മോട്ടിവേറ്റഡ് ബൈ ദി എലിപ്റ്റിക് ഫേസ് ട്രജക്ടറീസ്. അപ്പോൾ ഈ രണ്ട് കോർഡിനേറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുക. ലെറ്റസ് ഇൻട്രൊഡ്യൂസ് ന്യൂ കോർഡിനേറ്റ്സ്. അപ്പോൾ ന്യൂ കോർഡിനേറ്റ്സ് എങ്ങനെ എടുക്കും നോക്കുക. ലെറ്റസ് ഇൻട്രൊഡ്യൂസ് ദ ന്യൂ കോർഡിനേറ്റ്സ് റിലേറ്റഡ് ടു എനർജി. വി നോ ദ എനർജി E of the harmonic oscillator is conserved. We want P, small p, to be related to the energy. അപ്പോൾ സ്മോൾ ക്യൂവും സ്മോൾ പിയും എനർജിയായിട്ട് റിലേറ്റ് ചെയ്യുന്നതിനെ നോക്കുക. അവിടെ ഈ ആംഗിൾ ആക്ഷൻ വേരിയബിൾ വരുന്നത് എങ്ങനെ നോക്കുക. കൺസിഡർ ദി ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷൻ സപ്പോസ് ചെയ്യുക. Q is equal to root of 2p by root mk sin Q. Sin Q റൂട്ട് സൈന് പുറത്താണ്. അതിന് സ്മോൾ പി ഇസ് റൂട്ട് ഓഫ് 2 ക്യാപിറ്റൽ പി റൂട്ട് എം കെ കോസ് ക്യൂ. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇമാജിൻ ചെയ്യുക. ദീസ് എക്സ്പ്രഷൻസ് ആർ ഇൻസ്പയർഡ്. എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. ദീസ് എക്സ്പ്രഷൻസ് ആർ ഇൻസ്പയർഡ് ബൈ ദി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ക്യൂ ടി ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് പൈ. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ മോഷനാണ്. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ വെച്ചാണ് ഇത് പറയുന്നത്. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷനാണ്. അപ്പോൾ ഇതിൽ നിന്നാണ്, ഇത് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയത്. അപ്പോൾ പി ടി എന്ത് കിട്ടും? പി ടിയുടെ വാല്യൂ എം എ ഒമേഗ കോസൊമേഗ ടി പ്ലസ് പൈ, വേർ എം ഈസ് റൂട്ട് ഓഫ് കെ ബൈ എം. ഒമേഗ ഈസ് റൂട്ട് ഓഫ് കെ ബൈ എം. ഒമേഗ റൂട്ട് ഓഫ് കെ ബൈ എം ആണെങ്കിൽ ഈ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ, അതിൽ മൊമെൻറ്റം നമുക്കിങ്ങനെ എഴുതാം. ഇഫ് ഈ ലെറ്റ് പി ഇസ് ഈക്വൽ ടു, ഇനി ക്യാപിറ്റൽ പി 1/2 ഒമേഗ ഇ ആണെങ്കിൽ ഈ എനർജി, ആ 2 ഒമേഗ ഇ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കെ ബൈ എം ആണ് ഒമേഗ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇ ബൈ 2 റൂട്ട് ഓഫ് എം ബൈ കെ എന്ന് പറയും. ദെൻ ക്യൂ ഈസ്, സ്മോൾ ക്യൂ ഈസ് റൂട്ട് ഓഫ് 2e ബൈ കെ സൈൻ ക്യൂ ആൻഡ് സ്മോൾ പി ഈസ് റൂട്ട് ഓഫ് 2m കോസ് ക്യൂ. ഇങ്ങനെ കിട്ടുന്നതാണ്. ലെറ്റ് us വെരിഫൈ ഇഫ് ദ ട്രാൻസ്ഫോർമേഷൻ ഇസ് കാനോനിക്കൽ. ഇത് കാനോനിക്കലാണോ എന്ന് നമ്മൾ ഒന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും. അതിൽ എന്ത് ചെയ്യണം? വി ക്യാൻ യൂസ് ദ പോയ്സൺ ബ്രാക്കറ്റ് ആൻഡ് ചെക്ക് ഇറ്റ്. നമുക്ക് പോയ്സൺ ബ്രാക്കറ്റ് ഉപയോഗിക്കാം. നമ്മൾ പോയ്സൺ ബ്രാക്കറ്റ് ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തൽക്കാലം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഓർത്താൽ മതി. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻസ് ഫോർ എ ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ കറക്റ്റാണോ എന്നുള്ളതിന് ഒന്നെങ്കിൽ പോയ്സൺ ബ്രാക്കറ്റ് അല്ലെങ്കിൽ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മളിവിടെ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നത് അതിന് സെക്കൻഡ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഫൈൻഡ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ F2 എന്ന് പറയുന്ന ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സ്മോൾ അക്കോർഡിംഗ് ടു സെക്കൻഡ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ വി ഗെറ്റ് small p is df2 by dq. We have f2qp. f2qp the value action integrals p of qp dq, that is integral root of 2p root mk minus half k square dq എന്ന് പറയും. അതായത് ഈ ഹാമിൽട്ടോണിയൻ്റെ സമായിട്ട് പറയും ആക്ഷൻ ഇൻ്റഗ്രൽ. ദിസ് ഇൻ്റർവൽ ക്യാൻ ബി ക്വൈറ്റ് കോംപ്ലക്സ്. ചിലപ്പം കോംപ്ലക്സ് ആണ്. അപ്പോൾ നമ്മൾ സിമ്പിളാക്കണം. എ മോർ കോമൺ അപ്രോച്ച് ഈസ് ടു അസ്യൂം ദി ഫോം ഓഫ് ദി ജനറേറ്റിംഗ് ഫംഗ്ഷൻ ദാറ്റ് ലീഡ്സ് ടു സിമ്പിൾ. നമ്മൾ ജനറേറ്റീവ് ഫംഗ്ഷൻ അസ്യൂം ചെയ്താൽ സിമ്പിളായിട്ട് മാറും. അൾട്ടർനേറ്റീവ്ലി ലെറ്റ് us വർക്ക് ഡയറക്ട്ലി വിത്ത് ദി ഹാമിൽട്ടോണിയൻ ഇൻ ടേംസ് ഓഫ് ന്യൂ വേരിയബിൾസ്. അപ്പോൾ ന്യൂ വേരിയബിൾസുമായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ട്രീറ്റ് ചെയ്യുകയാണ്. എക്സ്പ്രസ് ദി ഹാമിൽട്ടോണിയൻ ഇൻ ടേംസ് ഓഫ് ന്യൂ വേരിയബിൾസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദി expressions for small q and p into the Hamiltonian. H is p square by 2m plus half k q square. That is h is equal to 1/2m. നമ്മൾ സ്മോൾ പിയുടെ സ്മോൾ ക്യൂവിൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. മോളിൽ എഴുതിയിട്ടുണ്ട് 2p root of mk cos square q plus 1/2k 2p by root mk sin square q. അപ്പോൾ q ആർ എച്ച് എസിൽ ക്യാപിറ്റലാണെന്ന് ഓർക്കുക, പിയും ക്യാപിറ്റലാണെന്ന് ഓർക്കുക. ദാറ്റ് ഈസ് h is equal to, അതൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്.
അതൊന്ന് ക്യാൻസൽ ചെയ്ത് പോകും, ടൈം സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യ ടൈം എച്ച് ഈസ് ഈക്വൽ ടു പി, ആ 2 വെട്ടിപ്പോവും, ഒരു എം കെ അകത്തുണ്ട്, പിന്നെ ഒരു എം താഴെ വരും. അപ്പോൾ പി ഇൻറ്റു റൂട്ട് എം കെ ബൈ എം കോസ് സ്ക്വയർ ക്യൂ പ്ലസ് പി ഇൻറ്റു കെ ബൈ റൂട്ട് എം കെ സൈൻ സ്ക്വയർ ക്യൂ. സീനസ് റൂട്ട് എം കെ ബൈ എം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കെ ബൈ എം ആണ്, ഒമേഗയാണ്. കാരണം എം റൂട്ട് എം വെട്ടിപ്പോകുന്നതുകൊണ്ടാണ്. അതുപോലെ കെ ബൈ റൂട്ട് എം കെ അത് കെ ബൈ എം ആയിട്ട് മാറും, റൂട്ട് കെ വെട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ എഴുതാം. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കെ ബൈ എം ആണ്, അത് കെ ബൈ റൂട്ട് എം കെ എന്നോ അല്ലെങ്കിൽ റൂട്ട് എം കെ ബൈ എം എന്നോ എഴുതാം. Then we get h is equal to p omega cos square q plus p omega sin square q. P omega con factor. H is p omega cos square q plus sin square q. അത് 1 ആണ് ബ്രാക്കറ്റിൽ. So h into p omega into 1 p omega. So the new Hamiltonian k p is simply p മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. Simply k p is equal to p omega is equal to p into capital P into root of k by m. We solve Hamiltonian equations in the new coordinates solving. Now the new Hamiltonian Kp is independent of Q. This means Q is a cyclic coordinate. Q എന്ന് പറഞ്ഞാൽ cyclic ആണ്, ignorable coordinate ആണ്. And it is a conjugate momentum. P is a constant of motion. അപ്പോൾ P constant of motion ആണ്, ignorable അല്ല. Q is equal to d dou k by dou p is equal to omega, and p is equal to minus dou k by dou q is equal to 0. അങ്ങനെ വരും. From p is equal to 0 we have p is equal to constant. This constant is directly related to energy of system. From q is equal to omega we integrate to get qt is omega t plus q0. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ omega t plus q0 is initial phase, or it is a constant of integration. Q0 is the initial phase, or it is a constant of integration. ഇനി വീണ്ടും നമ്മൾ ട്രാൻസ്ഫോം ബാക്ക് ടു ഒറിജിനൽ കോർഡിനേറ്റ്സ്. ഒറിജിനൽ കോർഡിനേറ്റ്സ് സ്മോൾ പീസ് സ്മോൾ ക്യൂ സ്മോൾ പി ആണല്ലോ, അതിലേക്ക് തിരിച്ച് കൊണ്ടുവരിക. Now substitute capital P is constant and Q equal to omega t plus q0. Back to the transformation equations for q and p. അപ്പോൾ q and p യുടെ വാല്യൂലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് കിട്ടും q can be considered as a function of t. Q is equal to root of 2p by mk sin omega t plus q0. Substituting p is equal to e by omega, we get qt is equal to root of 2e by omega root mk sin omega t plus q0. That is equal to, അത് ടൈംസ് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് root of 2e by k sin omega t plus q0. And pt is equal to, and ptv similarly we get root of 2e by omega root mk cos omega t plus q0 is equal to 2me cos omega t plus q0. അവിടെ q0 മിസ്സിംഗ് ആണ്, എഴുതി ചേർക്കുക. These are the well-known solutions for the position and momentum of a simple harmonic oscillator. അപ്പോൾ ഇത് രണ്ടും, ഈ പി എന്നുള്ളതും അതുപോലെ മുകളിൽ കാണുന്ന ക്യൂ എന്നുള്ളതും മൊമെൻറ്റത്തിൻ്റെയും അതുപോലെ പൊസിഷൻ കോർഡിനേറ്റിൻ്റെയും സൊല്യൂഷനാണ്. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പൊസിഷൻ നമ്മൾ പറയുന്നത് x0 സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ കോസ് ഒമേഗ ടി പ്ലസ് 5. ആ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന ഫോമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എ കോൺസ്റ്റൻറ്റ് y is equal to a sin omega t plus 5 എന്ന് പറയുന്ന പോലെ pt is equal to root of 2e by omega root mk കോൺസ്റ്റൻ്റ് ആണ് into cos omega t plus q0, or is equal to root of 2me cos omega t plus 5 q0. അവിടെ q0 ചേർക്കുക. These are well-known solutions for the position and momentum of simple harmonic oscillator. അങ്ങനെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ പൊസിഷൻ കോർഡിനേറ്റിൻ്റെയും മൊമെൻറ്റം കോർഡിനേറ്റിൻ്റെയും സൊല്യൂഷൻ എത്തി. അപ്പോൾ അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ കാണുന്നതാണ് ആക്ച്വൽ സൊല്യൂഷൻ നടക്കുക. ഈ ക്യൂറ്റിയുടെ ആക്ച്വൽ സൊല്യൂഷൻ, അതിൽ നിന്ന് നമ്മൾ മൊമെൻറ്റത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടും.
അപ്പോൾ എന്താണ് ഇത്തരം ഒരു കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ സൊല്യൂഷൻ്റെ അഡ്വാൻറ്റേജ്? ഒന്നാമത്തെ അഡ്വാൻറ്റേജ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ദി ഹാമിൽട്ടോണിയൻ. ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് ട്രാൻസ്ഫോമിങ് എ നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇത് നോൺ ട്രിവിയൽ ഇപ്പോൾ നോൺ 0 എന്നുള്ള അർത്ഥമാണ്. ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഈസ് ട്രാൻസ്ഫോമിങ് എ നോൺ ട്രിവിയൽ Hamiltonian into such a simpler form, often cyclic, which immediately reveals conserved quantities. അപ്പോൾ നമുക്ക് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഹാമിൽട്ടോണിയൻ കിട്ടുകയാണ്. അത് ഈ കൺസർവ്ഡ് ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്ക് തരും. പി ഈസ് ദി കൺസർവേഷൻ ക്വാണ്ടിറ്റി, എനർജി ഈസ് ദി കൺസർവേഷൻ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് റിവീൽഡ് ഫ്രം ദിസ് സൊല്യൂഷൻ. ഇനി ആക്ഷൻ ആംഗിൾ വേരിയബിൾ ഓർ ആംഗിൾ ആക്ഷൻ വേരിയബിൾ നമുക്കറിയാം. ക്യാപിറ്റൽ പി ഈസ് ദി ആക്ഷൻ വേരിയബിൾ ആൻഡ് സ്മോൾ ക്യൂ ഈസ് ദി ആംഗിൾ വേരിയബിൾ. This method naturally leads to action angle variables. The action variable is P, is conserved and related to energy. അപ്പോൾ is conserved and related to energy ആണ്. While the angle variable Q revolves linearly with time. Evolves ആണ്, revolves അല്ല, evolves linearly with time. This framework is crucial for understanding integrable systems and for perturbation theory. This method, here action angle variables എന്താണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. This method naturally leads to action angle variables. The action variable P is conserved and related to the energy, while the angle variable Q evolves linearly in time. This framework is crucial for understanding integrable സിസ്റ്റംസ് ആൻഡ് ഫോർ പെർട്ടുർബേഷൻ തിയറി. പെർട്ടുർബേഷൻ തിയറിക്കൊക്കെ വളരെ സൂട്ടബിളാണ് ഈ ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ ചോദിക്കാം. ഡിസ്കസ് ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം യൂസിങ് കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻസ്. വാട്ട് ആർ ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്? With this class is over. We continue. Thank you very much.